പിറന്നു വീഴുന്നതിന് മുൻപേ പിഴുതെറിയാൻ സ്വന്തം അമ്മ തുനിഞ്ഞപ്പോൾ വിധിയെപ്പോലും തോൽപ്പിച്ച് 1985 ഫെബ്രുവരി 5 ഒരു കുഞ്ഞ് ജനിച്ചു വീണു. ദാരിദ്ര്യവും പട്ടിണിയും ആ കുഞ്ഞിന്റെ ശരീരത്തിലെ എല്ലുകൾ എടുത്തു കാണിച്ചപ്പോൾ പന്തിനെ പ്രണയിച്ച ആ കുട്ടിയെ ഒരു പരിധിയിലധികം ആരും ഗൗനിച്ചില്ല. ഒരു ഫുട്ബോൾ കളിക്കാരന് വേണ്ട ആരോഗ്യവും ക്ഷമതയും മെലിഞ്ഞുണങ്ങിയ ആ കുട്ടിക്കില്ലെന്ന് പലരും വിധിച്ചപ്പോഴും അവൻ പിന്മാറിയില്ല. പലരും ഉറങ്ങിക്കിടന്നപ്പോൾ അവൻ ആ പന്ത് തട്ടി. വിശന്നപ്പോൾ വയർ നിറച്ച അതേ വെള്ളം രാവും പകലും വ്യായാമം ചെയ്ത് വിയർപ്പായി അവൻ ഒഴുക്കി. അങ്ങനെ തൻ്റെ അച്ഛൻ കിറ്റ്മാനായി ജോലി ചെയ്ത CF ആന്ത്രോണിയ എന്ന ക്ലബ്ബിൽ 7ാമത്തെ വയസ്സിൽ അവൻ ഭാഗമായി. തോൽപ്പിക്കാൻ കാലം ഒരുമ്പിട്ടിറങ്ങിയിട്ടും തോറ്റുകൊടുക്കാൻ മനസ്സ് കാണിക്കാതെ ഇവനെ കൊണ്ട് ഇതൊക്കെ കൂട്ടിയാൽ കൂടുമോ എന്ന് ചോദിച്ചവരെ കൊണ്ട് തൻ്റെ ഓട്ടോഗ്രാഫിന് വേണ്ടി കാത്തു നിർത്താൻ പിന്നീടങ്ങോട്ട് കുറെ കാലമൊന്നും എടുത്തില്ല ആ കുട്ടിക്ക്. 10ാമത്തെ വയസ്സിൽ സീരി നാഷണലിലും 12ാമത്തെ വയസ്സിൽ സ്പോറിംഗ് CPയിലും 18ാമത്തെ വയസ്സിൽ $12 മില്യൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തട്ടകത്തിലും അവൻ വന്നു. എറിക് കാന്റോണ, ജോർജ് ബെസ്റ്റ്, ഡേവിഡ് ബെക്കാം മുതലായവർ ധരിച്ച 7ാം നമ്പർ ജേഴ്സിയുമായി ആ 18 വയസ്സുകാരൻ പിന്നീടങ്ങോട്ട് ബാഴ്സലോണയിലെ മെസ്സിയോടൊപ്പം ഫുട്ബോൾ ലോകത്തെ അടക്കിവാണതാണ് നമ്മൾ കണ്ടത്. ഒരിക്കൽ ഫീസില്ല എന്ന പേരിൽ വിദ്യാലയത്തിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്ന അതേ വ്യക്തി കാലങ്ങൾക്കപ്പുറം സാമ്പത്തികമായി തകർന്നുപോയ അതേ വിദ്യാലയത്തെ വിലയ്ക്ക് വാങ്ങാനായി മദീരയിലെ എയർപോർട്ടിലെത്തിയപ്പോൾ തൻ്റെ ഫ്ലൈറ്റിൻ്റെ ജനലിലൂടെ അവൻ ആ എയർപോർട്ടിൽ തൻ്റെ പേര് വായിച്ചു. ചരിത്രങ്ങളെ പിന്തുടരാതെ താൻ നടന്ന വഴികളെ ചരിത്രമാക്കി മാറ്റിയ യഥാർത്ഥ പോരാളി, കൂകി വിളിച്ച എതിരാളികളെ കൊണ്ടുപോലും കൈയടിപ്പിച്ച ഇതിഹാസ താരം, 5 times Ballon d'Or winner, 4 times European Golden Shoe winner, most international goals, most UEFA Champions League goals. അങ്ങനെ അവസാനമില്ലാത്ത ആ ലിസ്റ്റിൽ കൂട്ടിച്ചേർത്ത പേര് അത് ഒന്ന് മാത്രം, ക്രിസ്ത്യാനോ റൊണാൾഡോ. It's him again. It's always him. The man is a storybook all by himself. There is no work of fiction more fanciful